ഹലോ, വെൽക്കം ബാക്ക് ടു നാസ് ക്രിയേഷൻസ്. ഞങ്ങൾ ഇന്ന് സൗത്ത് ഐലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പം നമ്മൾ എന്തിലാ പോണേന്ന് കാണിച്ചു തരാം. ഞങ്ങൾ മോട്ടോർ ഹോമിലാണ് പോകുന്നത്. ടടാ, ദേ മോട്ടോർ ഹോം. ഇത്രയും വലിപ്പം ഉണ്ട്. നമുക്ക് അതിന്റെ ആഘോഷം കണ്ടാലോ? ആഹാ, ചേട്ടാ ഇതിന്റെ അകത്തുണ്ടോ? ഓക്കേ, ഇത് കൊള്ളാലോ. ഇതാണ് ഇതിന്റെ ഡ്രൈവർ സീറ്റ് കംഫർട്ടബിൾ ആണ്. പാസഞ്ചർ സീറ്റും സെയിം ആണ്. നല്ല ഒരു എന്താണ് നമ്മുടെ വീട്ടിലേക്ക് ഒരു സോഫയുടെ സ്റ്റൈലിലുള്ള നല്ല കുഷ്യൻ്റെ ആയിട്ടുള്ള ഒരു ഇതാണ്, ചെയറാണ്. ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. നമ്മുടെ ലിവർ താത്തിട്ട് നമുക്ക് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് സീറ്റ് കുറച്ച് ബാക്കിലേക്കാണ്, കുറച്ച് ഫ്രണ്ടിലേക്ക് ആക്കണം. അതവിടെ മുട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡൈനിങ് സീറ്റ് പോലെ ആക്കാം അല്ലേ? ഇതിപ്പോ നമുക്ക് ഡൈനിങ് സീറ്റ് പോലെ ആക്കാം. തിരിച്ചിട്ട് ഇവിടേക്ക് ഇടാം. ഈ ടേബിൾ ഇങ്ങോട്ട് എത്തുവോ? അതുപോലെ തന്നെ ഈ കസേരയും ഈ പാസഞ്ചർ സൈഡും ഇതുപോലെ തന്നെ തിരിക്കുക. അത് കൊള്ളാലോ. ഈ ടേബിള് നമുക്ക് മൂവ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ മൂവ് ചെയ്യാം. ഇതിങ്ങനെ ഇവിടുത്തെ ഈ സീറ്റ് ഈ സൈഡിലേക്ക് ആക്കാവുന്ന സീറ്റാണ്. ഇതിന്റെ കുഷൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇത് ഇതിന്റെ സൈഡിലേക്ക് വെച്ച് അവിടെ ഒരാൾ ഇരുന്നാല് ഒരു 4-5 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. അപ്പൊ ഈ ടേബിൾ എപ്പോഴും സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുവോ? ഇത് നമുക്ക് അങ്ങോട്ട് സ്ലൈഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇവിടെ ലോക്ക് ചെയ്യാം. അടിയിലൊരു ലോക്ക് ഉണ്ട്, ലോക്കിംഗ് സിസ്റ്റം. ഇത് ലോക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് മാക്സിമം ഹൈറ്റ് ആണോ? തോന്നുന്നു. ഹൈറ്റ് ഇത് മാക്സിമം ഹൈറ്റ് കുറയ്ക്കാം. അത് ടേബിള് ഇത് തിരിച്ച് നമ്മള് തിരിച്ചിടാം. ഡ്രൈവിങ് വേറെ സാധാരണ നമുക്ക് പറഞ്ഞ കുറച്ച് വ്യത്യാസമുണ്ട് ഓട്ടോമാറ്റിക്കിനേക്കാളും. ഇതിനകത്ത് മെയിനായിട്ടുള്ള ഒരു ഈ മോഡലിന് ഉള്ളൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ സ്ലോപ്പിൽ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിലേക്ക് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക് പിടിച്ചിട്ട് വേണം ഇത് നിർത്തുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് പിടിച്ചിട്ട് നിർത്തണം, ബ്രേക്ക് പിടിച്ചുകൊണ്ടിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഓട്ടോമാറ്റിക് അതങ്ങനെ റിവേഴ്സ് പോകില്ല. പക്ഷെ ഇത് റിവേഴ്സ് പോകുമ്പോൾ നമ്മൾ ചവിട്ടി പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ബാക്കിലെ വണ്ടിയിൽ ചെന്ന് മുട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിനകത്ത് പിന്നെ ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ. അതിന്റെ സ്പീഡ് ലിമിറ്റ് നമ്മൾ പറഞ്ഞതാണ് 90. അത്യാവശ്യം നല്ല ലഗേജ് സ്പേസ് ഉണ്ട്, നല്ല സ്റ്റോറേജ് സ്പേസ്, മുകളിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന ഇതാണ്. നമുക്ക് ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യാം, അല്ലാതെ അത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാനാണെങ്കിൽ സൈഡ് നെറ്റ് ഓപ്ഷനും ഉണ്ട്, പ്രാണികളൊന്നും കേറാതിരിക്കാൻ അല്ലേ. കബേർഡ്സ് ഇതാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫുഡ് സാധനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളോ ഒക്കെയാണുള്ള കബേർഡ്. ഈ സൈഡുണ്ട്, ഇതിന്റെ കബേർഡ്സ് ഉണ്ട്, സാധനങ്ങളൊക്കെ വെക്കുന്നത്. ഇതിന്റെ അടിയിൽ കബേർഡ്സ് അങ്ങനെ എല്ലായിടത്തും ഉണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ലൈറ്റുകൾ നമുക്ക് സ്വിച്ചിന്റെ ലൈറ്റുകൾ. പിന്നെ അല്ലാതെ തന്നെ ഇതൊക്കെ ട്യൂബ് ലൈറ്റുകളാണ്. നമുക്ക് അവിടെ ലൈറ്റുകൾ തെളിച്ചിടാണെങ്കിൽ തെളിച്ചിടാം. ഇവിടെയുണ്ട്. ഈ വിൻഡോസ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഫുൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ ചെയ്യാം. കട്ടനായിട്ടിട്ടുണ്ടെങ്കിൽ കട്ടനായിട്ട് ഇടാം. പിന്നെ കിച്ചന്റെ സ്റ്റൗ അത്യാവശ്യം നല്ല പവറുള്ള സ്റ്റൗ ആണ്. ഞങ്ങൾ ഒരുപാട് കുക്കിംഗ് അതിൻ്റെ അകത്ത് ചെയ്തിരുന്നു, കുഴപ്പമൊന്നുമില്ല. സാധാരണ ഗ്യാസ് സിലിണ്ടർ 9 kg ഗ്യാസ് സിലിണ്ടർ ആണ്. അത് അതിൻ്റെ അടിയിൽ
ഇതിന്റെ പുറത്താണ് അത് പിടിപ്പിച്ചിരിക്കുന്നത്. തീരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് അടുത്ത സിലിണ്ടർ പിടിപ്പിച്ചാൽ മതി. നമ്മൾ റോട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ സ്വാപ്പ് ചെയ്യണം, എവിടെയെങ്കിലും സ്വാപ്പ് ചെയ്ത്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ട്രാവൽ ചെയ്യുമ്പോൾ ഇത് നമ്മളത് ഓഫ് ചെയ്തിടാം. ഗ്യാസിന്റെ കേസിലാണെങ്കിൽ നമ്മളത് ഇവിടെ ഓഫ് ചെയ്യുന്ന സ്ഥലമുണ്ട്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളിത് ഇതിപ്പോൾ ഓഫ് ചെയ്തിട്ടിരിക്കുന്നത്, ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള കഴിഞ്ഞപ്പോൾ നമ്മളത് സ്ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിത് ഓണാണ്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഗ്രില്ലുണ്ട്. ഗ്രില്ല് ഞങ്ങൾ ഉപയോഗിച്ചില്ല. നമുക്ക് എന്തെങ്കിലും ഗ്രില്ല് ചെയ്യണമെങ്കിലോ ബേക്ക് ചെയ്യണമെങ്കിലോ ഉപയോഗിക്കാം. അത് ഗ്യാസിലാണ് വർക്ക് ചെയ്യുന്നത്. ബെഡിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ അല്ലേ, കാണിച്ചില്ലല്ലോ. ഇതിന്റെ മോഡൽ കവേർഡ് സ്പേസ് ഇങ്ങനെയുണ്ട്. ഇതിനകത്ത് ഗെയിംസും അത് വൈഫൈയുടെ ആണ്, വൈഫൈയുടെ അല്ല ടിവിയുടെ. TV നമുക്കിത് ഇവിടെ TV ഇതിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പുറത്തേക്ക് നമുക്ക് സ്ലൈഡ് ചെയ്ത് റിമോട്ടുണ്ട്, സ്ലൈഡ് ചെയ്തെടുക്കാം. നമുക്ക് എന്തോരം വേണമെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്നിട്ട് നമുക്കിത് സ്ലൈഡ് ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.